ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം തമ്പുരാനോട് അടുക്കട്ടെ. കരങ്ങളെ അടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്. സൂര്യൻ ഇരുണ്ട്, ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി, ദേവാലയത്തിലെ തിരശ്ശീല കീറി. 300ഓളം പുരോഹിതന്മാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാ പറയുന്നത്. അമ്മാരൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അതുവരെ കർട്ടനിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ നടന്ന കച്ചവടം എന്റെ കർത്താവ് കീറി കാണിച്ചു കൊടുത്ത്. നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉറങ്ങിയിരുന്ന ആരാണ്ട് ഞെട്ടി. ദിവസങ്ങൾ ആത്മീയ കച്ചവടങ്ങളെ മുഴുവൻ കർത്താവ് കീറി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ആത്മാവിന്റെ പകർച്ച അതേ പട്ടണത്തിൽ കർത്താവ് വെളിപ്പെടുത്തണം. ഇത് കച്ചവടത്തിന്റെ ദിവസങ്ങളല്ല, ഇത് ആത്മാവിന്റെ പകർച്ചയുടെ ദിവസങ്ങളാ. ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ഉണർവിന് ഈ തലമുറ സാക്ഷ്യമാകാൻ പോകുക. ഏറ്റവും വലിയ ആത്മപ്രവാഹത്തിന് ഈ തലമുറ സാക്ഷിയാകാൻ പോകുക. ഈ തലമുറ ചാരായത്തിനല്ല, ഈ തലമുറ ഡ്രഗ്സിനല്ല, ഈ തലമുറ രാഷ്ട്രീയത്തിനല്ല, ഈ തലമുറ വചനം ചുമക്കും, ഈ തലമുറ അന്യഭാഷ പറയും, ഈ തലമുറ ഭൂതത്തെ പുറത്താക്കും, ഈ തലമുറ രോഗികളെ സൗഖ്യമാക്കും. Yes, hallelujah. ഈ പ്രസംഗം തീരത്തില്ല കേട്ടോ, ഈ പ്രസംഗം തീരത്തില്ല. ഇന്ന് രാത്രി പ്രസംഗമല്ല, പകരം അവന്റെ മഹത്വം എപ്പോ ഇന്റർപ്റ്റ് ചെയ്യോ ഞാൻ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി നിർത്തി. നമുക്ക് നാളെ ഇത് വീണ്ടും തുടരാം. സമ്മതമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് പ്രാസംഗിന്റെ ദിവസങ്ങളല്ല, ഇത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളാണ്. എനിക്ക് പോയിന്റ് അല്ല, തികയ്ക്കുക എന്നതല്ല എന്റെ ദൗത്യം. നിങ്ങളെ കർത്താവ് തൊടുന്നത് എനിക്കിന്ന് കണ്ടേ പറ്റത്തുള്ളൂ. കർത്താവ് ഈ ജനത്തെ ഇന്ന് രാത്രി തൊടുന്നത് എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ. എൻ്റെ പ്രസംഗം പൊലിക്കണം എന്നതല്ല എൻ്റെ അജണ്ട. ദൈവം ഇന്ന് രാത്രി ദേശത്തിന്റെ വിടുതൽ വേണ്ടി ഇറങ്ങി ചലിച്ച് തന്നെയാകണം. വിശ്വസിക്കുന്ന ശബ്ദം. കാരണം എന്നോട് കർത്താവ് ഇതാ പറഞ്ഞ, തിരുവനന്തപുരം പട്ടണത്തിന്റെ ആത്മീയ വാതിലായി, തിരുവനന്തപുരം പട്ടണത്തിന്റെ ആത്മീയ വാതിലായി ഈ വെഞ്ഞാറമൂടിനെ കർത്താവ് തുറക്കാൻ പോവാണ്. Yes. ഈ ദേശത്തിലെ സകല മന്ത്രവാദിയുടെ ഉറക്കം ഇന്ന് രാത്രി നഷ്ടപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ കാവൽ വെച്ചിരിക്കുന്ന സകല കാവൽ മണ്ഡലങ്ങളും ഉയർപ്പിൻ ശക്തിയാൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പൊളിയുക. Oh, glory, 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 glory. Hallelujah. സൂര്യൻ ഇരുണ്ടുപോയി. സ്തോത്രം. ദേവാലയത്തിലെ ആ തിരശ്ശീലയെ കർത്താവ് കീറി. നമ്പർ 3, മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, ഭൂമി കുലുങ്ങി. എന്താ ഭൂമി കുലുങ്ങിയത്? ഭൂമിയിൽ മനുഷ്യൻ നടക്കുമ്പോൾ സ്തോത്രം ഭൂമി കുലുങ്ങത്തില്ല. പക്ഷേ സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്നാൽ ചെയ്ത ദൈവം ഇറങ്ങി വന്നാൽ അവിടെ ഭൂമി കുലുങ്ങും. അത് അപ്പച്ചന്റെ ഒരു സിഗ്നേച്ചറാണ്, എൻ്റെ കർത്താവിന്റെ സിഗ്നേച്ചറാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭൂമി കുലുക്കം ദൈവം അവിടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ദൈവം അവിടെ ഉണ്ട് അഥവാ ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി നിൽക്കണം. നിന്റെ ശുശ്രൂഷയിൽ ദൈവം ഇറങ്ങി നിൽക്കണം. നിന്റെ ഫേസ്ബുക്കിലും നിന്റെ യൂട്യൂബിലും ഞാനേതോ വലിയ ദൈവദാസൻ, ഞാനേതോ അന്തിക്രിസ്തുവിന്റെ ചേട്ടൻ എന്നല്ല നീ പറയേണ്ടത്. നീ വേമ്പിളക്കുന്നതല്ല ശുശ്രൂഷ, സ്വർഗം തെളിയിക്കുന്നതാണ് ശുശ്രൂഷ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്. സ്തോത്രം. നീ നിന്നെ തന്നെ വലുതാക്കുന്നതല്ല ശുശ്രൂഷ. ഞാൻ ഇന്ത്യയിലെ 19 സംസ്ഥാനത്ത് സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. ഈ കേരളത്തിന് പുറത്ത് ഭയങ്കര ജനക്കൂട്ടമാണ് കേട്ടോ, കേരളത്തിന് പുറത്ത് ഭയങ്കര ജനക്കൂട്ടം. പക്ഷെ അതൊന്നും ഫേസ്ബുക്കിലൊന്നും സ്തോത്രം ഇടത്തില്ല. കാരണം നമ്മൾ ഈ മഹത്വത്തിലൊന്നും മറഞ്ഞിരിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ വെച്ച് നമ്മളെ മാനിക്കുവാൻ ഇടയായിത്തീരുക. അത് ശുശ്രൂഷന്മാരടുത്ത് ഞാൻ പിന്നെ പറഞ്ഞോളാം, പിന്നെ ഏതെങ്കിലും പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ മേലെ ഇറങ്ങി നിൽക്കണം. കാൽവരി മലയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാട് പെടഞ്ഞ് മരിച്ചത് അത് യാദൃച്ഛികമല്ല, അതൊരു ആക്സിഡന്റ് അല്ല, അതൊരു കോ ഇൻസിഡന്റ് അല്ല, അത് യാദൃച്ഛികമായി നടന്ന കാര്യമല്ല. പകരം തമ്പുരാൻ അത് അനുവദിച്ചതാണ്, അംഗീകരിച്ചതാണ് എന്നതിനർത്ഥമാണ് ആ ഭൂമി കുലുക്കം. ഞാൻ നിങ്ങളെ നോക്കി ദൈവകൃപയാൽ പറയട്ടെ, നിങ്ങൾ ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടവരായി ദൈവവചനം അനുസരിക്കുന്നവരായി നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ ഒരു സ്വർഗീയ ഭൂമി, ഒരു സ്വർഗീയ ഭൂചലനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം.
കാരണം ദൈവം എവിടെയാണോ ഇറങ്ങി വന്നത് അവിടെയെല്ലാം ഭൂമി കുലുങ്ങി. കൽപ്പന കൊടുക്കുവാൻ ദൈവം ഹോരേബ് പർവ്വതത്തിൽ, എൻ്റെ മറ്റൊരു പേരാണ് സീനായി മല, സീനായി മലയിൽ ദൈവം ഇറങ്ങിയപ്പോൾ മോശയുടെ നാളിൽ സ്തോത്രം അവിടെ ഭൂമി കുലുങ്ങി. ഏലിയാവ് നിരാശ കുടിയിൽപ്പെട്ട് ഇതാ സ്തോത്ര ബെർശേബ മരുഭൂമിയിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ നിരാശയിൽ അങ്ങേയറ്റം പോയവനെ, നിരാശയിൽ അങ്ങേയറ്റം പോയവനെ ഇങ്ങേയറ്റം പിടിപ്പാൻ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ ഇതാ ഭൂമി കുലുങ്ങിയതായി വേദപുസ്തകം പറയുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, ദൈവം എവിടെ ഇറങ്ങുന്നു അവിടെയെല്ലാം ഭൂമി കുലുങ്ങിയിട്ടുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു ആത്മീയ ഭൂചലനം നമുക്ക് തിരുവനന്തപുരത്ത് വേണ്ടേ? കമോൺ, ഒരു ആത്മീയ ഭൂചലനം നമുക്ക് ഈ തലസ്ഥാന നഗരിയിൽ വേണ്ടേ? ഒരു ആത്മീയ ചലനം വേണമെന്ന് പറയുന്നവർ ശബ്ദം ഉയർത്തി 30 സെക്കൻഡ് ഒന്ന് അന്യഭാഷയിൽ ആമേൻ പറഞ്ഞ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മീയ ചലനമുണ്ടാകട്ടെ, ആത്മീയ ചലനമുണ്ടാകട്ടെ. മക്കളെ, ഒരു ആത്മീയ ഭൂമി കുലുക്കം ഉണ്ടാകണമെങ്കിൽ, ഒരു ആത്മീയ ഭൂമി കുലുക്കം ഉണ്ടാകണമെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് യേശു പരമയാഗമാകുമ്പോഴാണ് അവിടെ തമ്പുരാൻ ഇറങ്ങി ഭൂമിയെ കുലുക്കിയത്. അഥവാ ദൈവം ഭൂമി കുലുക്കത്തെ അയച്ചത് കർത്താവ് പരമയാഗമായപ്പോഴാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ദൈവകൃപയാൽ ക്രിസ്തീയ ജീവിതം സ്വന്തം ജഡം പറയുന്ന, സ്വന്തം മനം പറയുന്ന രീതിയിൽ ജീവിക്കുന്നതല്ല, പകരം ലിവിംഗ് സാക്രിഫൈസ്, ജീവിക്കുന്ന സ്തോത്രം രക്തസാക്ഷി. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആരൊക്കെ എന്നോട് എഗ്രി ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സുഖിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, പേരിനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, പണം സമ്പാദിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, സ്വയം പുകഴ്ചക്കായി ഉള്ളതല്ല ക്രിസ്തീയ ജീവിതം. സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ, ഞാൻ ഒരു രഹസ്യം പറയാം, ദൈവം നിന്നെ ഉപയോഗിക്കാൻ, നീ ഒരു ഉണർവിന്റെ പിതാവാകാൻ, നീ ഒരു ഉണർവിന്റെ മാതാവാകാൻ നീ ജീവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു സെൽഫ് സാക്രിഫൈസ്, സ്വയം സ്തോത്രം ത്യാഗത്തോടെ ജീവിക്കുമ്പോൾ ദൈവം നിന്റെ കരങ്ങളിലെടുക്കുന്നു. ഒരു സംഭവം പറയാം. സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന ദൈവത്തിന്റെ ദാസൻ, മലങ്കരയിലെ ഏറ്റവും വലിയ ശക്തമായ ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ദൈവദാസനാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി. എന്തുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു? ഞാൻ സ്തോത്രം കഴിഞ്ഞ 34 വർഷമായി സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ വയസ്സാരും കൂട്ടല്, ഞാൻ വളരെ ചെറുപ്പമാണ്. സ്തോത്രം. അപ്പോ ഈ ദൈവം ഉപയോഗിച്ച എല്ലാ ദൈവദാസന്മാരെ കുറിച്ച് നോക്കുമ്പോഴും അവിടെ പിൻപിൽ കുറച്ച് ത്യാഗമുണ്ട്, കുറച്ച് കണ്ണുനീരുണ്ട്, കുറച്ച് നിലവിളിയുണ്ട്, കുറച്ച് മുറിവുകളുണ്ട്. അല്ലാതെ കുറച്ച് കച്ചവടമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ട്രിക്കുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് തീവ്രവാദികളെ പോലെ രഹസ്യ അജണ്ടയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഉപയോഗിച്ച സകല വ്യക്തികളെ പിൻപിലും കുറച്ച് ത്യാഗമുണ്ട്. സാധു കൊച്ചുകുഞ്ഞുപദേശിയെ ദൈവം ഉപയോഗിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത്, അദ്ദേഹം സ്തോത്രം അനേക വർഷങ്ങൾ ഒറ്റ നേരത്തെ ആഹാരത്തിലാണ് താൻ ജീവിച്ചത്. രാത്രി മീറ്റിംഗിന് ശേഷം മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കത്തുള്ളൂ. കണ്ട, ഒറ്റയെണ്ണം മിണ്ടുന്നില്ല. നമ്മുടെ മുമ്പിലുള്ളിരിക്കുന്ന ചില ആൾക്കാർ അവരെ മുമ്പില് മല പോലെ എന്തൊക്കെ വിളമ്പി തന്നാലും ഇപ്പൊ ശരിയാക്കി തരാം, ഹേ മഹാപർവ്വതമേ നീ സമഭൂമിയാകും എന്ന നിയോഗമാണ് നമുക്കുള്ളത്. പക്ഷെ സാധു കൊച്ചുകുഞ്ഞുപദേശി അതല്ല. രാത്രി ഭക്ഷണത്തിന് മീറ്റിംഗിന് ശേഷം ഒറ്റ നേരം മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. സ്തോത്രം. സംഭവത്തിൽ ഞാൻ കേട്ടത്, അദ്ദേഹം പുതിയൊരു സ്ഥലത്ത് സ്തോത്രം കൺവെൻഷന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു. കുറച്ചു ദൂരം ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ പോയി അദ്ദേഹം സ്തോത്രം ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വാഹനമുണ്ടായിരുന്ന ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഇതാ സ്തോത്രം നടന്ന് ആ പുതിയ ആൾക്കാരുടെ അടുക്കലേക്ക് പോയി. ആ പുതിയ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ചരിയൊന്നും അറിയത്തില്ല. അവര് സ്തോത്രം വെയിലത്തൂടെ പല കിലോമീറ്റർ അദ്ദേഹം നടന്ന് വന്നതുകൊണ്ട് നല്ല കൂജയിൽ തണുത്ത വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് കുടിച്ചു. ഉടനെ തന്നെ നല്ല തുമ്പപ്പൂ പോലെയുള്ള, തുമ്പപ്പൂ നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, തുമ്പപ്പൂ പോലെയുള്ള നല്ല ആവി പൊങ്ങുന്ന ചോറ് കൊണ്ടുവന്ന് തൻ്റെ മുമ്പിൽ വെച്ച് നല്ല ചുവന്ന നിറത്തിലിരിക്കുന്ന മീൻകറിയും അദ്ദേഹത്തിന് മുമ്പിൽ വിളമ്പി. ആ മീൻകറിയുടെ അതിൻ്റെ തലയുടെ കണ്ണുണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെ. ഉറങ്ങി വന്ന ആരാണ്ട് ഇപ്പോഴും കണ്ണു തുറന്നു. അത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഈ പ്രകാരം പറഞ്ഞു, ഉപദേശി, ഇത് നിങ്ങൾക്ക് മാത്രം ഒരുക്കിയിരിക്കുന്നതാണ്, ദയവായി കഴിച്ചാട്ടെ. അത് വെള്ളം കുടിച്ച് നോക്കുമ്പോഴേക്കും നല്ല ആവി പൊങ്ങുന്ന നല്ല ചോറും ചുവന്ന നിറത്തിലുള്ള ഫിഷ് കറിയും. അദ്ദേഹമാണെങ്കിൽ രാത്രി മീറ്റിങ്ങിന് ശേഷം ഭക്ഷണം കഴിക്കത്തുള്ളൂ, നേരെ ഇപ്പോൾ ഉച്ച ആകുന്നതേ ഉള്ളൂ. ഉപദേശി കഴിച്ചാട്ടെ. അപ്പൊ സാത്താൻ പറഞ്ഞു, എവർക്ക് നിന്റെ ജീവിതചര്യ അറിയത്തില്ല, നിന്റെ പ്രതിഷ്ഠ എവർക്കറിയത്തില്ല, അതുകൊണ്ട് ഇവിടെ അങ്ങ് തട്ടിവിട്ടോ, ഇതാ നല്ല ചോറ്. മാത്രമല്ല ആ മീനിൻ്റെ കണ്ണ് നോക്ക്, അതിൻ്റെ കണ്ണ് നിന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്.
പെട്ടെന്ന് കഴിച്ചാട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ആത്മീയനായതുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ കഴിക്കത്തില്ല. പക്ഷേ സംഘാടകർ പറഞ്ഞു, സ്തോത്രം, ഇല്ല, കഴിച്ചോ. അദ്ദേഹം പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞില്ലേ. സ്തോത്രം. വീണ്ടും നിർബന്ധിച്ചു, കഴിച്ചോ. ഞാൻ ഒരു കാര്യം പറയാം, ഉണർവ് ചുമക്കുന്ന എല്ലാവന്മാരും ചൂടന്മാരായിരിക്കും. കാരണം അവൻ ചുമക്കുന്നത് വെള്ളമല്ല, അവൻ ചുമക്കുന്നത് തീയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ പാസ്റ്റർ സ്വഭാവം എന്തുകൊണ്ടാണ് ചൂടാകുന്നതെന്ന്. കാരണം താൻ ചുമക്കുന്നത് ഉണർവിന്റെ തീയാണോ മക്കളെ? നീ കരിക്കട്ടയാകാതെ കരിഞ്ഞു പോകാതിരിക്കാൻ അല്പം മാറി നിൽക്കുന്നത് നിന്റെ ആരോഗ്യത്തിന് കൊള്ളാം. കമാൻ. സ്തോത്രം. എന്താ സംഭവിച്ചത്? അദ്ദേഹം ചൂടായി. വീണ്ടും മാഞ്ച എന്ന് സ്തോത്രം ഇറ്റാലിയൻ ഭാഷയെ പറയുന്നത് പോലെ തിന്ന് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചൂടായി പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞില്ലേ, എടുത്തിട്ട് പോ. അത് എടുത്തിട്ട് പോയപ്പോ സാത്താൻ തോറ്റു, എന്റെ കർത്താവ് ജയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയാ പാടി. അതുകൊണ്ടാണ് ദൈവം തന്നെ ഉണർവിന് വേണ്ടി ഉപയോഗിച്ചത്. എവിടെ സാക്രിഫൈസ് ഉണ്ടോ, എവിടെ ത്യാഗമുണ്ടോ, അവിടെ ഭൂമി കുലുക്കം ഉണ്ടെന്ന് ഇവിടെ തിരിച്ചറിയട്ടെ. ആത്മീയ ചലനം നിന്റെ മുൻപിൽ ഉണ്ടാകുവാൻ, ആത്മാക്കൾ വിടിവെക്കപ്പെടുവാൻ, ഭൂതക്കെട്ടുകൾ ഉടയുവാൻ, ആത്മമണ്ഡലം തുറക്കുവാൻ, ദൈവശക്തി വ്യാപരിപ്പാൻ കൃപയാൽ കണ്ണിന് കാണുന്നതെല്ലാം വെട്ടി വിഴുങ്ങല്ലേ, കാതിന് കേൾക്കുന്നതെല്ലാം കേട്ടോണ്ടിരിക്കല്ലേ, ഫേസ്ബുക്കിലും വാട്സപ്പിലും മാങ്ങാത്തൊലിയിലും ചക്കച്ചവണിയിലുള്ളതൊന്നും വെട്ടി വിഴുങ്ങല്ലേ. നിർത്തേണ്ടടത്ത് നിർത്ത്. അതിന്റെ വേർപാട്. അതിന്റെ പേരാണ് വിശുദ്ധി. ഇന്ന് രാത്രി ഈ യോഗത്തിൽ ആരോടോ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, കാണുന്നതെല്ലാം ജീവിതത്തിലേക്ക് എടുത്തു കയറ്റുന്നതല്ല അനുഗ്രഹം. കാണുന്നതെല്ലാം എടുത്ത് ജീവിതത്തിലേക്ക് എടുത്തു കയറ്റുന്നതല്ലടോ അനുഗ്രഹം. ആവശ്യമില്ലാത്തത് ജീവിതത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് എറിഞ്ഞു കളയുന്നതാണ് അനുഗ്രഹം. ഈ മീറ്റിംഗ് വിജയിക്കാൻ പോകുകയാണ്. കാരണം ആവശ്യമില്ലാത്ത, യേശുവില്ലാത്ത എന്തിനെയൊക്കെ ഈ ദിവസങ്ങളിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്കും എടുത്ത് ദൂരെ എറിഞ്ഞു കളവാനുണ്ട്. ഹല്ലേലൂയ. ഭൂമി കുലുങ്ങട്ടെ, ഒരു ചലനം ഉണ്ടാകട്ടെ. നിന്റെ സഭയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൃപയാൽ ഒരു ചലനം ഉണ്ടാകട്ടെ. ഭൂമി കുലുങ്ങി. മനസ്സിലായവർ മാത്രം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതെല്ലാവർക്കും ഉള്ളതായ ഒരു കാര്യമല്ല. ഈ കാലഘട്ടത്തിൽ ഒരു ചലനത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ പറയും, ഞങ്ങൾ സുഖിച്ചല്ല ജീവിക്കുന്നത്, ഞങ്ങളുടെ പോക്കറ്റ് വലുതാകണം, പേര് വലുതാകണം. നോ. ഞങ്ങൾ എന്തോ കച്ചവടക്കാരായിട്ടല്ല ജീവിക്കുന്നത്, പകരം ഞങ്ങൾ ത്യാഗത്തോട് ജീവിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 3 ഭൂമി കുലുങ്ങി. 4 വേദപുസ്തകം പറയുന്നു പാറകൾ പിളർന്നു. പാറ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പാറകൾ പിളർന്നു. അർത്ഥം യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചപ്പോൾ സൃഷ്ടിക്ക് തന്നെ വ്യത്യാസം ഉണ്ടായി. 17 പ്രാവശ്യം ഞാൻ യെരുശലേമിൽ പോയിട്ടുണ്ട്. ആ 17 പ്രാവശ്യം പോയപ്പോഴും സ്തോത്രം അതേ കാൽവരി മലയിൽ ഞാൻ കണ്ടു ആ പാറ ഇങ്ങനെ പിളർന്നിരിക്കുകയാണ്. ആരോടൊക്കെ ഏതൊക്കെയോ ചരിത്രകാരന്മാർ ഗൈഡുകളൊക്കെ അവിടെ നിന്നിട്ട് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പാറ എപ്പോ പിളർന്നെന്നറിയാമോ? ഈ പാറ എപ്പോ പിളർന്നെന്നറിയാമോ? പീലാത്തോസ് എന്ന് പറയുന്ന ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പീലാത്തോസ് ഗവർണറായിരുന്ന സമയത്ത് സ്തോത്രം ചാവുകടൽ കേന്ദ്രമാക്കി വലിയ ഒരു ഭൂമി കുലുക്കമുണ്ടായി. ചാവുകടൽ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിത്തട്ടാണ്. ഭൂപരപ്പിന്റെ ഏറ്റവും താണ സ്ഥലമാണ് ചാവുകടൽ. അത് പ്രഭവ കേന്ദ്രമായി ഒരു ഭൂമി കുലുക്കം പീലാത്തോസിന്റെ നാളിലുണ്ടായി. അന്നാണ് ഈ സ്തോത്രം അതെ അന്നാണ് ഈ പാറകൾ പിളർന്നത്. ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു, പീലാത്തോസ് വന്നപ്പോഴും അല്ല പോയപ്പോഴും അല്ല. പീലാത്തോസ് ഗവർണറായിരിക്കാം, പക്ഷേ പീലാത്തോസ് ഗവർണർ ആയിരുന്നപ്പോൾ ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ച കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ തൂങ്ങി നിന്ന് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലം നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ദൈവപുത്രൻ മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി. എന്തുകൊണ്ട്? ഭൂപരപ്പിന്റെ അടിത്തട്ടിൽ നിന്ന് അതിന്റെ പ്രഭവ സ്ഥലം ഉണ്ടായി. ഇത് കേൾക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഭൂപരപ്പിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് അതിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവൻ കയറി എന്ന് വരുന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? പഴയ പമ്പായ സാത്താന്റെ തലയെ അവൻ തകർത്തപ്പോൾ
കമോൺ, ഭൂമി കുലുങ്ങി യേശുവിന്റെ നാമത്തിൽ. അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി കേൾക്കട്ടെ. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികൾ, സ്വലോകങ്ങളെ ദുഷ്ടാത്മ സൈന്യം ഇന്ന് രാത്രി കേട്ട് വിറയ്ക്കട്ടെ. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ഭൂമി കുലുക്കത്തിന്റെ ഫലമായി പാറകൾ പിളർന്നു. പാറ എന്ന് പറയുന്ന സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് വ്യത്യാസമുണ്ടായി. സ്തോത്രം. 2ലോ 3ലോ മറ്റോ നമ്മൾ പണ്ട് പഠിച്ചപ്പോ അന്നത്തെ ടീച്ചർ പഠിപ്പിച്ചതാണ്, പാറ പിളർന്ന് അല്ലെങ്കിൽ പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. പഠിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. ബാക്കിയുള്ളവർ സ്കൂളിൽ പോയിട്ടേ ഇല്ല. സ്തോത്രം. പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. ദൂത് ഇതാണ്, നിനക്കൊരു വ്യത്യാസം വരുവാൻ എന്റെ കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. നിന്റെ ജീവിതത്തിന് വ്യത്യാസം വരുവാൻ, നിന്റെ സാമ്പത്തിക ശൈലിയായിരിക്കാം, നിന്റെ വിദ്യാഭ്യാസമായിരിക്കാം, നിന്റെ തലമുറയായിരിക്കാം, നിന്റെ ജീവിതമായിരിക്കാം, സുവിശേഷം എവിടെ വരുമോ അവിടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടത്തെ അതേ ഇടതും വലതുമാരുമല്ല വ്യത്യാസം കൊണ്ടുവരുന്നത്. സ്തോത്രം. കേരളം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു IAS ഓഫീസറുമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ ചർച്ചിൽ കരിയർ ഗൈഡൻസിന് വേണ്ടി ആ സഹോദരി കടന്നു വന്നു. അവൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്തോത്രം ഏറ്റവും ഉന്നതമായ IAS ഓഫീസേഴ്സിൽ ഒരാളാണ്. അവരിങ്ങനെയാണ് വന്നത്, ഇങ്ങനെയാണ് പറഞ്ഞത്, കേരളം എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സ്തോത്രം യൂറോപ്പ് പോലെയാണ്. കേരളം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് തത്തുല്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം അഭിവൃദ്ധി ഈ നാടിന് വന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ കൊണ്ടല്ല, പകരം ഏകദേശം 120 വർഷം മുമ്പ് അല്ലെങ്കിൽ 150 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷത്തിന് താഴെ ഇവിടെ കുറച്ച് മിഷണറിമാർ തേജസ്സിന്റെ സുവിശേഷം കൊണ്ടുവന്നപ്പോ മണ്ണിന്റെ ശാപം തകർന്നു, പെണ്ണിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയും സുവിശേഷത്തിന് വേണ്ടി കുടുംബങ്ങൾ തുറക്കപ്പെടുമ്പോൾ ശാപങ്ങൾ തകരുന്നു, അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നു. 1997 നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനായ നവപൂർ കൺവെൻഷന് വേണ്ടി ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നത്. നവപൂർ എന്ന് പറയുന്നത് നോർത്ത് മഹാരാഷ്ട്രയുടെ വടക്കേ അറ്റം, ഗുജറാത്തിന്റെ തെക്കേ അറ്റത്തുള്ളതായ ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഗട്ടർ റോഡ്. എൻ്റെ കർത്താവേ, നട്ടലിന് എത്ര കശേരുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ നട്ടലിൽ എത്ര സ്തോത്രം അത് എല്ലുകളുണ്ട്, ശരീരത്തിന് എത്ര മസിലുകളുണ്ട് എന്ന ഗട്ടർ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാം. അതാണ് റോഡ്. നല്ല റോഡില്ല, നല്ല ബാത്റൂം ഇല്ല. അന്നത്തെ ബാത്റൂമിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കത്തില്ല. സ്തോത്രം. അതെ, അന്നത്തെ അവിടുത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം 12ാം ക്ലാസ് തോറ്റതാണ്. നല്ല ആഹാരമില്ല, അതൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ 26 വർഷത്തിലധികമായി 100 കണക്കിന് വലിയ വലിയ മീറ്റിങ്ങിന് ആ ചുറ്റുപാട് പോയി ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു വന്നാൽ ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത് നല്ല സ്തോത്രം BMW-യിലും സ്കോഡ കാറിലൊക്കെയാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. ഇത്രയും അസൂയുണ്ടോ കർത്താവ്? ഇത്രയും അസൂയുണ്ടോ അപ്പച്ച? സ്തോത്രം. അതെ, നോക്കണമേ, അവിടെ ധാരാളം MBA-കാരുണ്ട്, ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്, ധാരാളം എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇന്ന് കേരളത്തിന്റെ നല്ല നല്ല ഭാഗങ്ങൾ പോലെ ആ റീജൻ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത താലൂക്ക് സോൺഗഡ് താലൂക്കിൽ 70% അന്യഭാഷ പറയുന്ന ക്രിസ്ത്യാനികളാണ്. ഓ കമാൻ, ഹല്ലേലൂയ. എന്താ മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം. 70% അന്യഭാഷ പറയുന്ന ക്രിസ്ത്യാനികളാണ്. ദേശം അനുഗ്രഹിക്കപ്പെട്ടു, പാറ പിളർന്നു, മണ്ണുണ്ടായി. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മണ്ണുണ്ടാകട്ടെ, വളക്കൂറുള്ള മണ്ണാകട്ടെ. വെഞ്ഞാറമൂട് യേശുവിന്റെ നാമത്തിൽ ജനം വിളിച്ചു പറ, വളക്കൂറുള്ള മണ്ണാകണം. സ്തോത്രം. വെഞ്ഞാറമൂട്. ഞാനിവിടെ വന്നിരുന്നപ്പോ സ്തോത്രം അത് ഈ ദൈവദാസനോട് 2-3 കാര്യം ഇങ്ങനെ പറയായിരുന്നു. നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഈ യോഗത്തിലൂടെ മാറ്റമുണ്ടാക്കുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിത നിലവാരത്തെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയാം. ഞാൻ പ്രോസ്പെരിറ്റി പ്രാസിംഗനല്ല, ഞാൻ പണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനല്ല. പക്ഷെ എനിക്കറിയാം പാറകൾ ഇന്ന് രാത്രി പിളർക്കുകയാണ്. ജീവിതത്തിന്റെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. അബ്രാമിനെ അബ്രഹാമാക്കിയ ദൈവം, യാക്കോബിനെ ഇസ്രായേലിലേക്ക് ദൈവം, പിന്നിൽ കിടന്ന യബേസിനെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മുൻപിലാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ശാപങ്ങൾ ഉടയട്ടെ, പകരം അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. കരങ്ങളെ അടിച്ച്, കണ്ണുകളെ അടച്ച്, കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ഈ രാത്രി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ ലൈഫ്, നിന്റെ ജീവിതം മാറുന്നു. നീ വളക്കൂറുള്ള ഒരു മണ്ണായി തീരുവാൻ പോകുകയാണ്.
കരങ്ങളെ അടിച്ച് വായികളെ തുറന്ന് ഇവിടെ ഇരുന്ന് ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ നടക്കുന്നു. യെസ് യെസ് യെസ്, നിന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ നടക്കുന്നു. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. അടുത്ത് പറയുന്നു, കല്ലറകൾ തുറന്നു. സ്തോത്രം. അവിടുത്തെ കല്ലറ എന്ന് പറയുന്നത് 2 ആഴ്ച മുമ്പോ 1 മാസം മുമ്പോ 10 വർഷം മുമ്പോ ഉള്ളതല്ല. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതായ കല്ലറകൾ തുറന്നു. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന കല്ലറകൾ തുറന്നു. എൻ്റെ അപ്പൻ്റെ പേരിൽ അവൻ കല്ലറകളെ തുറക്കുന്നവനാണ്. ഇല്ലെങ്കിൽ പുതിയ ഡയറിയിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് കാണാതെ പഠിക്ക്, അവൻ അടഞ്ഞ വാതിലുകളെ അവൻ തുറക്കുന്നവനാണ്. കല്ലറകൾ തുറന്നു. ഞാൻ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു പറയട്ടെ, നിന്റെ സ്വപ്നങ്ങൾ ചത്തു എന്ന് പറയുന്ന ഏതോ യുവാവ് എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ ദർശനങ്ങൾ ചത്തു എന്ന് പറയുന്ന ഏതോ യുവതി കേൾക്കുന്നുണ്ട്. എന്റെ വാഗ്ദത്തങ്ങളെല്ലാം ചത്തുപോയി എന്ന് പറയുന്ന ആരോ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കർത്താവിന്റെ കൃപയാൽ ദൈവം എന്നെ അയച്ചിട്ട് നിന്നെ നോക്കി പ്രവചിക്കുന്നത്, നിന്റെ ചത്ത സ്വപ്നങ്ങൾ കല്ലറകൾ തുറന്ന് ഉയർക്കുവാൻ പോകുകയാണ്. നിന്റെ ചത്ത പ്രവചനങ്ങൾ, നിന്റെ ദൂതുകൾ കല്ലറകൾ തുറന്ന് ഉയർക്കുവാൻ പോകുകയാണ്. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നീ കേട്ട ദൂതിലേക്ക് നീ കടക്കുന്ന ഒരു സീസണാണിത്. നീ കേട്ട ആലോചനയിലേക്ക്, ദൂതിലേക്ക് നീ കടക്കുന്ന ദിവസങ്ങളാണിത്. ആ ദൂതുകൾ മരിച്ചിട്ടില്ല, ആ ദർശനങ്ങൾ മരിച്ചിട്ടില്ല, ആ സ്വപ്നങ്ങൾ മരിച്ചിട്ടില്ല. നീ സ്തോത്രം ചത്തു എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുവാൻ വേണ്ടി പോകുന്നു. തീർന്നോ. ശബ്ദമുയർത്തി ഉയർക്കട്ടെ. ആരാ നിർത്തിയേ? വാ, നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ദേവദാസന്മാർ ചാർജായി ഒരുമിച്ച് ശുശ്രൂഷിക്കാം. വാ. ചത്തതല്ല പിശാച് കൊന്നത്, മനുഷ്യൻ കൊന്നത്, സാത്താൻ കൊന്നത് മുഴുവൻ ഉയർക്കുകയാണ്. ആ പ്രവാചകൻ പറഞ്ഞ ദൂതുകൾ ഉയർക്കട്ടെ. ആ ദൈവദാസനിലൂടെ ദൈവം സംസാരിച്ച ദൂതുകൾ ഉയർക്കട്ടെ. ദൈവം നേരിട്ട് നിന്നോട് സംസാരിച്ച ദൂതുകൾ, ആ വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉയർക്കട്ടെ. നിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞതായി ആ ദൂതുകൾ ഉയർക്കട്ടെ. നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞത്, സാത്താൻ കൊന്നു കുഴിച്ചു മൂടിയത് സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പുനരുദ്ധാനവും ജീവനുമായ കർത്താവിന്റെ കൃപയാൽ ഉയർത്ത് പുറത്തു വരട്ടെ. ദേവദാസനെ ജ്വലിക്ക്. ഇത് നിന്റെ സീസണാ, ഇത് നിന്റെ സമയ. നിന്റെ നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂ. Come on, take it. നിന്റെ നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു ഭയങ്കര ചരിത്രം നിന്നിലൂടെ തമ്പുരാൻ പുറത്തെടുക്കാൻ പോവാ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ കയ്യിലിരിക്കുന്ന പോലെ ഒരു കീറ്റ തുണിയെ പൊക്കി കാണിച്ച് 10 കള്ളസാക്ഷികൾ പറഞ്ഞു, അപ്പാ നിന്റെ സ്വപ്നക്കാര മോൻ മരിച്ചുപോയി. അപ്പാ നിന്റെ സ്വപ്നക്കാരൻ ചെറുക്കനുണ്ടല്ലോ യോസെഫ്, അവ മരിച്ചുപോയി. സാത്താൻ കള്ളം പറയുന്നവനാ. നിന്റെ ചർച്ച പൂട്ടുമെന്ന് പറഞ്ഞില്ലേ? നിനക്ക് ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? നിന്റെ തലയിലെ ചക്ക വീഴുമെന്ന് പറയുന്നില്ലേ? നീ ചപ്പാത്തിയാകുമെന്ന് പറഞ്ഞില്ലേ? പലരും ഇതൊക്കെയാണ് പറയുന്നത്. മുഴുവൻ കള്ള. എൻ്റെ അപ്പൻ ഒസാമ ബിൻ ലാദനെ പോലെ സംസാരിക്കുന്നവനല്ല. എൻ്റെ അപ്പൻ തീവ്രവാദിയല്ല. എൻ്റെ അപ്പൻ ദർശനവും സ്വപ്നവും പ്രവചനവും കാണിക്കുന്നത് നിന്നെ തുരയ്ക്കാനല്ല, നിന്നെ കുഴിയിൽ ഇറക്കാനല്ല, നിന്നെ മലമുകളിൽ നിർത്താനാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ കള്ള പ്രവാചകന്മാരെയും എല്ലാ കള്ള പ്രവചനത്തെയും ഇന്ന് രാത്രി പിരിച്ചുവിട്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പാ നിന്റെ സ്വപ്നക്കാരൻ മരിച്ചുപോയി. നീണ്ട 22 വർഷമാണ് അവൻ ഡിപ്രഷനിൽ കയറിയത്. യാക്കോബ്, സാക്ഷാൽ യാക്കോബ് 22 വർഷം. അയ്യോ, എന്റെ സ്വപ്നക്കാരൻ മരിച്ചുപോയി. ഞാൻ രാത്രി വെഞ്ഞാറമ്പൂർ പറയട്ടെ, എടാ മന്ദബുദ്ധി, കാണുന്ന മണ്ഡലത്തിൽ യോസഫ് ഇല്ലെങ്കിലും കാണാത്ത മണ്ഡലത്തിൽ അവൻ ഏറ്റെടുക്ക. കാണാത്ത മണ്ഡലത്തിൽ അവൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് അടുക്കുകയാണ്.
ഇന്ന് രാത്രി കാണുന്ന മണ്ഡലത്തിൽ പലതും തിന്മയെന്ന് തോന്നിയാലും കാണാത്ത മണ്ഡലത്തിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ വിരലുകൾ പലതും നിനക്ക് വേണ്ടി സൂപ്പർ നാച്ചുറലി ദൈവം ക്രമീകരിക്കുകയാണ്. ദൈവം പലത് നിനക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ്. വാഗ്ദത്തത്തിൽ നീ എത്താൻ, നിന്റെ തലമുറ എത്താൻ ദൈവം പലത് സൂപ്പർ നാച്ചുറലി ദൈവം അറേഞ്ച് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചത്ത സ്വപ്നങ്ങൾ ഉയർക്കട്ടെ, ചത്ത ദർശനങ്ങൾ ഉയർക്കട്ടെ. കർത്താവേ, നേരം പോയി, 2 മിനിറ്റ് ഞാൻ നിർത്തി. സ്തോത്രം. കല്ലറകൾ തുറന്ന വിശുദ്ധന്മാർ ഉയർത്തു. ഈ വിശുദ്ധന്മാർ എവിടെയായിരുന്നെന്ന് അറിയോ? 1-ാം പാതാളത്തിൽ. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. ആ 1-ാം പാതാളം എന്ന അബ്രഹാമിന്റെ മടിയിൽ, ദ ബോസം ഓഫ് അബ്രഹാം, ഹേഡ്സ് അല്ലെങ്കിൽ ഷിയോൾ എന്നറിയപ്പെടുന്നതായ സ്തോത്രം സ്ഥലം. ഗ്രീക്കിൽ പറഞ്ഞാൽ ഹേഡ്സ്, സ്തോത്രം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഷിയോൾ, സ്തോത്രം. അതിന്റെ മറ്റൊരർത്ഥമാണ് പറുദീസ. യേശു കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പള്ളിയിൽ ഇരിക്കുമെന്നല്ല, കമോൺ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സോ അബ്രഹാമിന്റെ മടി. ട്രഡീഷൻ അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ആരെങ്കിലും മരിച്ചു പോയാൽ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ആരെങ്കിലും മരിച്ചുപോയാൽ ആ സ്ഥലത്തെത്തുമ്പോൾ അവനെ വന്ന് ആലിംഗനം ചെയ്ത് കയറ്റുന്നത് അബ്രഹാമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ മടി എന്നതിന് പേരുണ്ടായത്. സോ അബ്രഹാം ആ സ്ഥലത്ത് പോയപ്പോൾ, സ്തോത്രം, അവിടെ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്നവർ ഇപ്രകാരം ചോദിച്ചു, അബ്രഹാം പിതാവേ, നമ്മൾ എന്ന് ഇവിടെ ഉള്ള കാലം ഇവിടെ ഇരിക്കോ? നമ്മളെ ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ, വിടിവിക്കാൻ ആരെങ്കിലും വരുമോ? അപ്പോൾ അബ്രഹാം പറഞ്ഞു, സാക്ഷാൽ മെസ്സിഹ വരും. ഞാൻ അവനെക്കുറിച്ച് വാഗ്ദത്തം കേട്ടിട്ടാണ് വന്നത്. എൻ്റെ കടിപ്രദേശത്ത് മെസ്സിഹ ഉണ്ടെന്നാണ് ദൂതുള്ളത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോശ വരികയാണ്. മോശയോട് ചോദിച്ചു, മോശേ, സ്തോത്രം, മെസ്സിഹ വരാറായോ? മോശ പറഞ്ഞു, എന്നെക്കാൾ വലിയ പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ദാവീദ് പാട്ടും പാടി വന്നപ്പോൾ ദാവീദിനോട് ചോദിച്ചു, ഹേ ഇസ്രായേലിന്റെ മധുരഗായക, സ്തോത്രം, മെസ്സിഹ വരുന്ന വല്ല ലക്ഷണമുണ്ടോ? ആ, യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹീസ് ഓൺ ദ വേ, അവൻ വന്നുകൊണ്ടിരിക്കുന്നു. യെശയ്യാ വന്നപ്പോൾ അവൻ ചോദിച്ചു, സ്തോത്രം, യെശയ്യാവേ, അതേ മെസ്സിഹായെ കുറിച്ച് വല്ല കാര്യമുണ്ടോ? ഞങ്ങളെല്ലാം ഇവിടെ ഇതാ കാത്തിരിക്കുകയാണ്. കന്യകഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. സ്തോത്രം. ഓരോരുത്തർ വരികയാണ്. അവസാനത്തെ പ്രവാചകനെ മലാക്കി വന്നപ്പോൾ ചോദിച്ചു, മലാക്കിയെ, അത് മെസ്സിഹായെ കുറിച്ച് വല്ല കാര്യവും നീ കേട്ടോ? ഉടനെ മലാക്കി പറഞ്ഞു, ഓ, അവന്റെ ചെറിയ കീഴിൽ രോഗോപശാന്തി ഉണ്ടാകും എന്ന് ഞാൻ പ്രവചിച്ചപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഹീസ് ഓൺ ദ വേ, അവൻ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദത കഴിഞ്ഞപ്പോഴേക്കും, സ്തോത്രം, പെട്ടെന്ന് നല്ല ഉള്ളുകൂനി വൃദ്ധനായ ഒരു മനുഷ്യൻ ആ ഗ്രൂപ്പിനോട് ചേർന്നു. ആ ഗ്രൂപ്പിനോട് ചേർന്നപ്പോ ആ വൃദ്ധനോട് ചോദിച്ചു, ഹലോ അപ്പച്ച, എന്തുകൊണ്ട് വിശേഷം? പുള്ളി പറഞ്ഞു, ഗുഡ് മോർണിംഗ് ടു ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിലേക്ക് സ്വാഗതം. അപ്പച്ച, എന്താ ഭൂമി നടക്കുന്നത്? അതെ, ഞാൻ മെസ്സിഹായെ കണ്ടിട്ട് വരുന്നത്. ആണോ? ഞങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പച്ച, മെസ്സിഹായെ കണ്ടോന്നോ? ദേവാലയത്തിൽ അവന് 8-ാം നാളിൽ കൊണ്ടുവന്നപ്പോ അവൻ ഞാൻ കയ്യിൽ എടുത്തിട്ടാ വന്നത്. എന്റെ പേര് ശിമയോന. ഞാൻ അവനെ എന്താതെ ഞാൻ തട്ടിപ്പോകത്തില്ലെന്നൊരു ദൂതുണ്ട്. ഇന്ന് രാത്രി ചിലതിനോട് പരിശുദ്ധാത്മാ പറയുകയാണ്, ചിലതിനെ നീ ചുമന്നിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾ ചുമക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തില്. അടുത്ത ഇതാ ഒരു യോഹന്നാൻ സ്നാപകൻ ഓടി വരികയാണ്. യോഹന്നാൻ സ്നാപകനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതിന് സ്വാഗതം. മെസ്സിഹായെ കുറിച്ച് വല്ലോം കേട്ടോ? അയ്യോ, കേട്ടോന്ന്. ഞാൻ അവനെ സ്നാനപ്പെടുത്തിയിട്ടാ വരുന്നത്. സ്തോത്രം. അതേ, കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊച്ചു ചെറുക്കൻ ബഥാനി എന്ന് വന്നു. എടാ ചെറുക്കാൻ, നീ ബഥാനി എന്ന് വന്നോ? നിന്റെ പേരെന്നാ? എനിക്ക് ഞങ്ങളെ 3 മക്കളാ. എന്റെ പേര് ലാസർ, മൂത്തോള പേര് മാറിയ, രണ്ടാമത്തോള പേര് മൂത്തോള പേര് മാർത്ത, രണ്ടാമത്തോള പേര് മാറിയ. എന്തുകൊണ്ട് വിശേഷം? അയ്യോ, അവ വന്ന് ഞങ്ങളെ വീട്ടിലല്ലയോ താമസിച്ച്, ഞാനല്ലയോ ആഹാരം വിളമ്പിയത്, എന്റെ വീട്ടിലല്ലയോ കൂടുതൽ നേരം കിടന്നത്, ഞാനല്ലയോ കിടക്ക വിരിച്ചത്. പക്ഷെ എന്റെ കാര്യം വന്നപ്പോൾ വന്നില്ല. ആ കള്ള പാസ്റ്റർ ഉണ്ടല്ലോ, ബാക്കി എല്ലാവരും വീട്ടിലും പോയി. ഞങ്ങൾ കാരണമാണ് വെഞ്ഞാറമൂട് കൂട്ടായ്മയും മറ്റും തുടങ്ങിയത്. തന്നെ ഞങ്ങൾ കാരണമാണ്. ഞങ്ങളെ വീട്ടിലാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങിയത്. പക്ഷെ ഞങ്ങളെ കാര്യം വന്നപ്പോൾ അയാൾ വന്നില്ല. അയാൾ പെട്ടെന്ന് വിസയം എടുത്ത് ദുബായിലും മറ്റും പോയി എന്നാരാണ്ട് പറയുന്നത് കേട്ട്, എന്നാരോണ്ട് പറയുന്ന പോലെ ലാസർ അത് തന്നെ പറയും. സ്തോത്രം. അത് എന്റെ കാര്യത്തിന് വന്നില്ല, ബാക്കിയുള്ള എല്ലായിടത്തും പോടി. ഇന്ന് രാത്രി കാത്തിരിക്കുന്ന ആരോടോ ഞാൻ പറയട്ടെ, കാത്തിരിക്കുന്നത് അധികം മഹത്വത്തിന് കാരണമാകാൻ പോവുകയാണ്.
ഓ വലിയ മഹത്വത്തിന്. അവരെങ്ങനെ സംസാരിക്കുമ്പോൾ, ലാസറിനോട് സംസാരിക്കുമ്പോൾ വാതിക്കൽ ഒരു ശബ്ദം കേട്ടു, ലാസർ പുറത്തു വരിക. ഓ അയ്യോ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ കേട്ടോ, അതെ അവൻ എന്നെ വിളിക്കുന്നു. അവൻ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. 2 മിനിറ്റ് ഇപ്പൊ വരാമേ. അവൻ പുറത്തിറങ്ങി. സമയം കഴിഞ്ഞപ്പോഴേക്കും വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ പണ്ടുള്ള വാതിലുകളെ പൊളിച്ചുകൊണ്ട്, ആ പഴയ കഥകളെ പൊളിച്ചുകൊണ്ട്, യഹൂദ ഗോത്രത്തിലെ സിംഹം, യഹൂദ ഗോത്രത്തിലെ സിംഹം, യഹൂദ ഗോത്രത്തിലെ സിംഹം ഒന്നാം പാതാളത്തിലേക്ക് ഇറങ്ങി നിന്ന് പറഞ്ഞു, ഐ ആം ദ ലോർഡ് ഓവർ ദിസ് പ്ലേസ്. ഞാൻ ഈ സ്ഥലത്തിന്റെ കർത്താവാകുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് വരിക. അബ്രഹാം പിതാവ് ഉൾപ്പെടെ, മോശ ഉൾപ്പെടെ എല്ലാവരും ആ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതാണ് പറയുന്നത്, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എഴുന്നേറ്റ് എന്ന് കേക്ക്. അവസാനത്തെ പോയിന്റ്, എഴുന്നേറ്റ് എന്ന് കേക്ക്, എഴുന്നേറ്റ് എന്ന് കേക്ക്. അതേ സ്തോത്രം. സൂര്യൻ ഇരുണ്ടു പോയി, ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന്. അതേ ദേവാലയത്തിലെ തിരശ്ശീല കീറിയെന്ന്, ഭൂമി പിളർന്നെന്ന്, കല്ലറകൾ തുറന്നെന്ന്, വിശുദ്ധന്മാർ ഉയർത്തെന്ന് തിരുവചനം പറയുന്നു. അവസാനമായി നിങ്ങൾ നോക്കുമ്പോൾ, അതേ സ്തോത്രം, വേദപുസ്തകം പറയുന്നു, അവസാനമായി നിങ്ങൾ നോക്കുന്നതായ സമയത്ത് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് അറിയാതെ പറഞ്ഞുപോയി. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ട ആ ശതാധിപനുണ്ടല്ലോ, സാധാരണ ശതാധിപനല്ല, സ്തോത്രം, ഏറ്റവും കപ്പാസിറ്റിയുള്ള, ഏറ്റവും കലിബിലിറ്റിയുള്ള, ഏറ്റവും കഴിവുള്ള ഒരു ശതാധിപനെയാണ് പീലാത്തോസ് അയച്ചത്. കാരണം അറസ്റ്റ് ചെയ്യേണ്ടത് സാധാരണ ഒരു പൗരനെ അല്ല, ഏറ്റവും സ്വാധീനമുള്ളവനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. 4 ദിവസം മുമ്പ് നിങ്ങൾ ആ പ്രൊസഷൻ കണ്ടോ? ആ കഴുതപ്പുറത്ത് അവൻ ഇരുന്ന ആ പ്രൊസഷൻ നിങ്ങൾ കണ്ടോ? എന്തോ ആൾക്കൂട്ടമായിരുന്നു. പട്ടണം കിറുങ്ങിപ്പോയില്ലേ? കട്ടണം കിലുങ്ങിയില്ലേ? എല്ലാവരും കൂടെ ഭയങ്കര ശബ്ദത്തിലല്ലേ പാടിയത്? പട്ടണം ഭയങ്കരമായി വിറച്ച ഭയങ്കര പ്രൊസഷൻ ആയിരുന്നു. 4 ദിവസം കഴിഞ്ഞ്, സ്തോത്രം, 4-ാം ദിവസം രാത്രി അവൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ശതാധിപൻ പോയാൽ പറ്റത്തില്ല. അവിടെ ഏറ്റവും ശക്തനായ ശതാധിപനെ, ഏറ്റവും ശക്തനായ ഓഫീസറായിരിക്കണം. അപ്പൊ യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോ ആ ശതാധിപൻ ഉണ്ടായിരുന്നു. യേശുവിന്റെ താടി രോമം വലിച്ചു പിടിച്ചപ്പോ, അവനെ അടിച്ച് തകർത്തപ്പോ, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോ ഈ ശതാധിപൻ ഉണ്ടായിരുന്നു. ഒരു ശബത്തിന്റെ ദൂരമാകുന്ന 1 കിലോമീറ്റർ 200 മീറ്ററും യേശുവിനെ ക്രൂശിൽ നടത്തിയപ്പോ ഈ ശതാധിപൻ ഉണ്ടായിരുന്നു. യേശുവിനെ ക്രൂശിപ്പാൻ നേതൃത്വം നൽകിയത് ഈ ശതാധിപനാണ്. അവന്റെ കൈകാലുകൾ കൊടുക്കുന്നത് കണ്ട്, സാധാരണ മറ്റുള്ളവരാണെങ്കിൽ ക്രൂശിൽ കടന്ന് പുലഭ്യോഗ പറഞ്ഞ മരിക്കുന്നത്. പക്ഷേ ഇവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ല. ഇതെല്ലാം കണ്ടിട്ട് പുള്ളി അറിയാതെ പറഞ്ഞു പോയി, ഇവൻ ദൈവപുത്രനായിരുന്നു. അറിയാതെ പറഞ്ഞു പോയി. എങ്ങനെ പറയട്ടെ, നിങ്ങൾ ആരൊക്കെയോ ഞാൻ തുറച്ചു നോക്കി. ഹൃദയം കൊണ്ട് വിശ്വസിച്ച രക്ഷക്കായി ഒരാൾ മാത്രം പറഞ്ഞു, സ്തോത്രം. ഒരിക്കൽ കൂടെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച രക്ഷക്കായി വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അല്ല വെള്ളവസ്ത്രം ഇട്ടപ്പോഴല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. മറ്റേ ബാർബറ മീശ എടുത്തപ്പോഴല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ. അലുക്കാസി ചെന്ന് മേടിച്ച സ്വർണം തിരിച്ചു കൊടുത്തപ്പോഴല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ. ഞാൻ പറയട്ടെ, പുറമേയുള്ള ഒരു പരിപാടി കൊണ്ടും നീ രക്ഷിക്കപ്പെടത്തില്ല. യേശു കർത്താവ് കൃപയാൽ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. നിന്റെ പ്രകടനം കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും മനുഷ്യൻ ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കൊണ്ട് കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ പ്രവൃത്തി മുഴുവൻ നീ എന്തൊക്കെ ചെയ്താലും മനുഷ്യന്റെ പ്രവൃത്തി മുഴുവൻ ദൈവത്തിന്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണ്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്.